കാസർഗോട്ടേക്കാണ് നമ്മൾ. 5 വർഷത്തിനിടയിൽ 2 അധ്യക്ഷന്മാർ ഭരിച്ച നഗരസഭയാണ് കാസർഗോഡ്. പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും ഉറപ്പുവരുത്താൻ കാസർഗോഡ് നഗരസഭയ്ക്ക് സാധിച്ചു. തെരുവോര കച്ചവടക്കാരെ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലേക്ക് പുനരധിവസിക്കാനായി എന്നത് എല്ലാ കാലത്തെയും നേട്ടവുമാണ്. ആരോഗ്യം, പശ്ചാത്തല വികസനം, വിദ്യാഭ്യാസം, ടൂറിസം തുടങ്ങിയ മേഖലകളിലൂന്നിയായിരുന്നു കാസർഗോഡ് നഗരസഭയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം. തളങ്കര നുസ്രത് നഗർ, അണങ്കൂർ, പച്ചക്കാട് എന്നിവിടങ്ങൾക്കു പുറമെ നെല്ലിക്കുന്ന് ബീച്ച് റോഡിലും ഹെൽത്ത് വെൽനസ് സെന്റർ ആരംഭിക്കാൻ നഗരസഭയ്ക്കായി. നഗരത്തിലെ തെരുവോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭ നിർമ്മിച്ച സ്ട്രീറ്റ് വെൻഡേഴ്സ് ഹബ്ബ് തുറന്നുകൊടുത്തു. സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറയുന്നൊരു സംവിധാനം അത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ ഏകദേശം ഒരു 160ഓളം കാർഡുകളുള്ള നമ്മുടെ സ്ട്രീറ്റ് വെൻഡേഴ്സായിട്ട് ഇവിടെ തെരുവിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ മാറ്റി സ്ഥാപിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി 2018 തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ്. അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 9-ാം തീയതി അത് നാടിന് സമർപ്പിച്ചു. ബഹുമാനീയ MLA ആണ് അത് സമർപ്പിച്ചത്. 28 പേര് നമ്മുടെ MG റോഡിലുള്ള 28 പേരെ മാറ്റി പാർപ്പിക്കുകയും 28ഉം 3 ലോട്ടറി കച്ചവടക്കാരെയും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റി പാർപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2016 തുടങ്ങി ചുവപ്പുനാടയിൽ കുടുങ്ങി പാതിവഴിയിലായിരുന്ന നഗരസഭയുടെ ആശ്രയഭവന നിർമ്മാണ പദ്ധതിക്ക് പുതുജീവൻ നൽകാനും ഭരണസമിതിക്കായി. സ്വന്തമായി ഭൂമിയോ സ്ഥലമോ ഇല്ലാത്ത 14 കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി നുള്ളിപ്പാടിയിൽ 450 സ്ക്വയർ ഫീറ്റ് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കാസർഗോഡ് നഗരസഭ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ബെഞ്ച്, ഡെസ്കുകൾ, ഇതുപോലുള്ള സംവിധാനം കാസർഗോഡ് നഗരസഭ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് സെൻ്ററുകൾ, നമ്മൾ വെൽനസ് സെൻ്ററുകൾ, 3 വെൽനസ് സെൻ്ററുകളാണ് കാസർഗോഡ് നഗരസഭയുടെ കീഴിലുള്ളത്. അതിൽ ദിവസവും 100 കണക്കിന് രോഗികളാണ് അവിടെ വരുന്നത്. അവർക്കുള്ള മരുന്നുകളും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ഫീസുകളും എല്ലാം ഫ്രീ ആയിട്ടാണ് കാസർഗോഡ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭാ കോൺഫറൻസ് ഹാളിന് സമീപം 75 ലക്ഷം രൂപയോളം ചെലവിൽ 2700 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 2 നിലകളിലായി നിർമ്മിക്കുന്ന കോൺഫറൻസ് ഹാൾ കം ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നുവരികയാണ്. മാലിന്യ നിർമ്മാർജ്ജന ശുചിത്വ മേഖലയിൽ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് നഗരസഭയിലെ കേളുഗുഡയിലുള്ള ഡംപ് സൈറ്റ് ബയോ റെമിഡിയേഷൻ ചെയ്ത് ഭൂമി വീണ്ടെടുക്കുന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു. ഏകദേശം 1.1 ഏക്കറിലായി 16,573 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്ത് ഭൂമി വീണ്ടെടുക്കുന്നതിന് 3.53 കോടി രൂപയാണ് KSWMP നഗരസഭയ്ക്ക് അനുവദിച്ചത്. വിദ്യാനഗർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി കെട്ടിടത്തിന്റെ പ്രവർത്തികൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. ടൂറിസം വികസനത്തിന്റെ ഭാഗമായി അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,75.5 ലക്ഷം രൂപ ചെലവിൽ കാസർഗോഡ് നെല്ലിക്കുന്ന് ബീച്ചിൽ നിർമ്മിക്കുന്ന ബീച്ച് പാർക്ക് പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിച്ചു. ആശ്രയ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വീടുകളിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കാസർഗോഡ് നഗരസഭയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചിട്ട് അവർക്ക് വേണ്ട വീടുകൾ നിർമ്മിച്ച് കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം ആകുമ്പോഴേക്കും അത് പൂർത്തീകരിച്ച് കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനും പ്രാദേശികമായുള്ള റോഡുകളുടെ നവീകരണത്തിനുമായുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.